ഈ ഒരു മാങ്ങാ സീസണിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയാലോ? വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന ചേരുവകൾ കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഹൽവ ഉണ്ടാക്കാൻ ഞാനിവിടെ ബൈൻഡിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മൈദയാണ്. 1 കപ്പ് മൈദ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇതിൽ വെള്ളം കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. നമ്മളിത് സോക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിക്ക് കുഴഞ്ഞ കൂട്ടാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 2 മുതൽ 3 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ സോക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മൈദയിൽ നിന്നും പാല് നല്ല ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 മണിക്കൂറാണ് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചത്. ഇപ്പോൾ നല്ല പോലെ തന്നെ മൈദ ആ ഒരു വെള്ളത്തിൽ കിടന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അതിലെ പാല് മാക്സിമം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. ആ ഒരു മൈദയിൽ നിന്നും പറ്റാവുന്നത്ര നന്നായിട്ട് തന്നെ ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് അരിച്ചും കൂടി എടുക്കാം. ഇതുപോലത്തെ അരിപ്പ് ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല നേർത്ത തുണി ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഇത് അരിച്ചെടുക്കാവുന്നതാണ്. ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ അരിച്ചെടുത്ത് വന്നതിന് ശേഷം വീണ്ടും ഞാൻ ആ ഒരു പിണ്ടിയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് വീണ്ടും പറ്റാവുന്നത്ര പാൽ ഇതുപോലെ എടുക്കാൻ നോക്കുന്നുണ്ട്. ഇതുപോലെ മാക്സിമം പാലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതും എന്നിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റിയിട്ട് വേണം നമ്മൾ ഈ ഒരു പാല് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ഇത് ആ ഒരു മൈദയുടെ വേസ്റ്റാണ്. ഇത് നമുക്ക് കളയാം. ബാക്കിയുള്ള പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാല് വീണ്ടും ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് വെള്ളം തെളിഞ്ഞ് വരും. ആ ഒരു വെള്ളം മാറ്റിയിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കുക്കിംഗ് ടൈം നല്ലപോലെ കുറക്കാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല പഴുത്ത മാങ്ങയാണ്. ഞാനിവിടെ ഒരു 3-4 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്യൂരി എടുത്തതിന് ശേഷം ഞാൻ അളവ് പറയുന്നുണ്ട്. അഥവാ നിങ്ങളുടെ മാങ്ങയിൽ നല്ലപോലെ നാരൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ അരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ മാക്സിമം വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുക. അഥവാ വെള്ളം ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മൈദയുടെ പാല് ചേർത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മൈദയുടെ പാല് ഞാനിപ്പം റെസ്റ്റൊന്നും ചെയ്യാൻ വേണ്ടി വെച്ചിട്ടില്ല. നിങ്ങൾക്ക് നല്ലപോലെ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ തെളിഞ്ഞു വരുന്ന ആ ഒരു വെള്ളം മാറ്റിയിട്ട് അടിയിലുള്ള പാല് മാത്രം എടുക്കുകയാണെങ്കിൽ കുക്കിംഗ് ടൈം നല്ലപോലെ കുറക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാനിതിപ്പോൾ മുഴുവനായിട്ടും തന്നെ ഒരു പാനിലേക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊരല്പം സമയം എടുക്കും കുറുകി വരാൻ വേണ്ടിയിട്ട്. കാരണം നിറച്ചും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് കുറുകി വരും. ഈ ഒരു സമയമാകുമ്പോഴേക്കും മൈദയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ പ്യൂരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ അളന്ന് നോക്കിയപ്പോൾ ഏകദേശം 1.25 കപ്പോളം എനിക്ക് പ്യൂരി കിട്ടിയിട്ടുണ്ട്. അത് മുഴുവനായിട്ടും തന്നെ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മാങ്ങ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് നല്ലപോലെ തന്നെ കാണും. നമ്മൾ സാധാരണ ചക്ക കൊണ്ടോ അല്ല ബാക്കിയുള്ള പഴങ്ങൾ കൊണ്ട് തയ്യാറാക്കി എടുക്കുന്ന പോലെയല്ല, കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ടാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുക്കിംഗ് ടൈം സാധാരണ ഹൽവയിൽ നിന്നും കുറച്ചും കൂടെ കൂടുതലാണ്. ഇത് കുറച്ച് അധിക സമയം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്കിംഗ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കുറുകി വന്നതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മാങ്ങയിൽ അത്യാവശ്യം നല്ല മധുരം കാണും. ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് ശർക്കര ചേർക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ശർക്കര ചേർക്കുമ്പോൾ ആ ഒരു മാങ്ങയുടെ രുചി നമുക്ക് നല്ലപോലെ കിട്ടില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറുകി വന്നതിന് ശേഷം മാത്രം പഞ്ചസാരയും നെയ്യും ചേർക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നല്ല അടികട്ടിയുള്ള പാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അടിക്ക് പിടിക്കാതെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നേരത്തെ ഒഴിച്ചു കൊടുത്ത നെയ്യ് ഇപ്പോൾ നമുക്ക് നല്ലപോലെ തന്നെ അബ്സോർബായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. ടോട്ടലായിട്ട് ഇതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കി ഇതിപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കട്ടിയായി വന്നതിന് ശേഷം മാത്രമാണ് ഏറ്റവും ലാസ്റ്റായിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു ലാസ്റ്റായിട്ട് 1 ടീസ്പൂണും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന നെയ്യ് ആ ഒരു ഹൽവയുടെ സ്ട്രക്ചർ നല്ലപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പോൾ അത് നന്നായിട്ട് കട്ടിയായി ആ ഒരു പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. വീണ്ടും ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്യാം.
അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ ചേർത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, വേണമെങ്കിൽ നെയ്യിൽ മൂപ്പിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാനിവിടെ കുറച്ച് ഏലക്കയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഒരു നുള്ള് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് ഫ്ലേവർ അങ്ങ് കൂടി വരണ്ടാന്ന് വിചാരിച്ച് ഒരു നുള്ള് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ പാത്രത്തിൽ നിന്ന് നല്ലപോലെ റിലീസായിട്ട് വന്ന് നല്ല സ്ട്രക്ചർ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു പരുവം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ റെഡിയായി വന്നതിന് ശേഷം നെയ്യ് തടവി വെച്ച് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. സ്പൂണിൽ നെയ്യാക്കി ലെവൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും പറ്റിപ്പിടിക്കാതെ നമുക്കിതുപോലെ നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ അരികുകളൊക്കെ ഒന്ന് റിലീസ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കയ്യിൽ ടാപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ഹൽവ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയൊക്കെ ഉപയോഗിച്ച് സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതിലാകെപ്പാടെ ചെയ്യേണ്ടത് നല്ലപോലെ കുറുക്കിയെടുക്കുക. കുറച്ച് സമയം ഉണ്ടാകും. ഏകദേശം 1 മണിക്കൂറോളാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. പക്ഷേ വീട്ടിൽ തന്നെ നല്ല ഹൽവ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും കൊടുക്കുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.